ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്നിയ ഗീവർഗീസ് കാട്ടുകിറയച്ചൻ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് അച്ഛൻ്റെ വിയോഗത്തിൽ കൂടി സംഭവിച്ചിരിക്കുന്നത്. അച്ഛനെ സ്നേഹിച്ചവരും ഈ യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസപ്പെടുന്നു. അത്രത്തോളം സ്വാധീനം ജനഹൃദയങ്ങളിൽ ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ചിന്ത അനുസരിച്ച് ചെറുപ്രായത്തിലാണ്, യുവാവായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോടെ യാത്ര പറയുന്നത് എന്നുള്ളത് നമ്മുടെ സങ്കടം ഇരട്ടിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിലേക്കാണ് പ്രിയപ്പെട്ട ഗീവർഗീസ് അച്ഛൻ യാത്രയായത് എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനി സാധാരണ പറയാറുണ്ട്, സെമിത്തേരികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ശവക്കല്ലറുകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ: മരിച്ചയാള് ജനിച്ച വർഷം, അതിൻ്റെ തൊട്ട് താഴെ അദ്ദേഹം മരിച്ച വർഷം. തിരുമേനി പറയും, ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മറ്റുള്ളവർ അറിയേണ്ടതായിട്ടുള്ളത് രേഖപ്പെടുത്തുവാനായിട്ട് എന്തുകൊണ്ട് മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അച്ഛൻ്റെ 57-58 വർഷങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്തു തീർക്കാവുന്ന നന്മകളും നല്ല കാര്യങ്ങളും അച്ഛൻ ചെയ്തു തീർത്തിട്ടുണ്ട് എന്നോർത്ത് നമുക്ക് ആ സാക്ഷ്യമുള്ള ജീവിതത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇറ്റ് വാസ് എ ലൈഫ് വെൽ ലിവ്ഡ്. A life well lived for God and for humanity. ദൈവത്തിനു വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും നന്നായി ജീവിച്ച ഒരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട കാട്ടുകിറ അച്ഛൻ്റെ. അച്ഛൻ പൊതുവെ മലബാർ പ്രദേശത്ത് അറിയപ്പെട്ടിരുന്നത് ആംബുലൻസ് അച്ഛൻ എന്നാണ്. സ്നേഹപൂർവം ജനത അദ്ദേഹത്തിനിട്ട പേരാണത്. He was an ambulance of Christ. ഒരു വിശ്വാസി യേശുക്രിസ്തുവിന്റെ അംബാസഡർ ആയിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. We should be ambassadors of Christ. ഗീവർഗീസ് അച്ഛൻ ഒരേ സമയം കർത്താവിന്റെ അംബാസഡറും ആംബുലൻസുമായിരുന്നു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പക്ഷവാത രോഗിയെ വഹിച്ചുകൊണ്ട്, ഒരു കട്ടിലിൽ വഹിച്ചുകൊണ്ട് 4 പേര് കർത്താവുണ്ടായിരുന്ന ഭവനത്തിലേക്ക് മേൽക്കൂര പൊളിച്ച് ഇറങ്ങുന്ന ആ വിവരണം, അതൊരു ആംബുലൻസ് സർവീസ് ആയിരുന്നു. ആ രോഗിയെ കർത്താവിന്റെ അടുക്കലേക്ക് അവർ എത്തിക്കുകയായിരുന്നു പെട്ടെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന, വളരെ പരിചയമുള്ള ശമരിയാക്കാരന്റെ കഥയും ഒരു ആംബുലൻസ് സർവീസിന്റെ കഥയാണ്. അവിടെ വഴിയിൽ കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ ശമരിയാക്കാരൻ, നല്ല ഹൃദയമുള്ള മനുഷ്യൻ, ഒരു ആംബുലൻസ് പോലെ അദ്ദേഹത്തിന് ആശ്വാസം, സൗഖ്യം ലഭിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഗീവർഗീസ് കാട്ടുകിറയച്ചൻ കർത്താവിന്റെ ആംബുലൻസ് ആയിരുന്നു. എത്രയോ രോഗികളെയാണ് അദ്ദേഹം സ്വന്തം ചെലവിൽ, സ്വന്തം വാഹനത്തിൽ, ആരുടെയും പ്രേരണ കൂടാതെ കർത്താവിന്റെ പ്രേരണയിൽ ആശുപത്രികളിൽ എത്തിച്ചതും ആശ്വാസവും സൗഖ്യവും കണ്ടെത്തുവാൻ സഹായിച്ചതും. അങ്ങനെ കർത്താവിന്റെ അംബാസഡറായി, കർത്താവിന്റെ ആംബുലൻസ് ആയിട്ട് ജീവിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഗീവർഗീസ് കാട്ടുകിറയച്ചൻ്റെ. അച്ഛനെ അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം ഒരു സഹൃദയനായി, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെയാണ് അദ്ദേഹത്തെ നാം എപ്പോഴും കണ്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ കർത്താവിന്റെ പുഞ്ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും വായിച്ചെടുക്കാമായിരുന്നു. മദർ തെരേസയെ കുറിച്ച് ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ഒരു ശരീരം വഹിച്ചുകൊണ്ട് ചിതയിലേക്ക് കുറെ ആളുകൾ പോവുകയാണ്. ആ ചിതയ്ക്കുള്ളിലേക്ക് ഈ ശരീരം വെച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. പെട്ടെന്ന് ആ ശരീരം ഒന്ന് അനങ്ങി. അത് കണ്ട് ഭ്രമിച്ചിട്ട് കൊണ്ടുവന്ന ആളുകൾ ഓടി ഒളിച്ചു. അവർ പേടിച്ചു പോയി. എന്നാൽ ഇതേക്കുറിച്ച് അറിഞ്ഞ് മദർ തെരേസ തൻ്റെ അനുയായികളെ അങ്ങോട്ട് വിട്ടിട്ട് ആ ശരീരം താൻ താമസിക്കുന്ന സ്ഥലത്തെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തിയെ അമ്മയും പരിചാരകരും ചേർന്ന് ശുശ്രൂഷിച്ചു. ചൂട് പാല് ഒരു ദിവസം ആ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ മുഖത്തൊരു വലിയ പ്രകാശം ഒരു പുഞ്ചിരിയുടെ രൂപത്തിൽ വിടർന്നു. 2-3 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവസാന ശ്വാസം വലിച്ച് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ഇതറിഞ്ഞ് ചില ആളുകൾ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഇത്രയും വെറുതെ കഷ്ടപ്പെട്ടത്? അപ്പോൾ അമ്മയുടെ മറുപടി, ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ ഞാൻ ഒരു അവസരം നൽകിയില്ലേ, അത് മതി എൻ്റെ സന്തോഷത്തിന്. ഇതൊരു വലിയ സന്ദേശമാണ്. എത്രയോ ആളുകൾക്ക് പുഞ്ചിരിക്കുവാൻ, മരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട കാട്ടുചിറ ഗീവർഗീസ് അച്ഛൻ അവസരമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. കർത്താവിൻ്റെ പുഞ്ചിരി സദാ വഹിച്ച ഒരു ശ്രേഷ്ഠ പുരോഹിതനായിരുന്നു വന്യ കാട്ടുചിറയച്ചൻ. വന്യ കാട്ടുചിറയച്ചൻ കർത്താവിനെ പോലെ കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ ഒരു അരുമ ശിഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ. വിശുദ്ധ കുർബാന മുറിച്ച് അനേകർക്ക് പങ്കുവയ്ക്കുന്നത് പോലെ തനിക്കുള്ളതെല്ലാം മുറിച്ച് അദ്ദേഹം ഇല്ലാത്തവർക്ക് പകുത്ത് നൽകിയ ഒരു പുരോഹിതനാണ്. ആരോ പറഞ്ഞിട്ടുണ്ട്, everyone gave something, but some gave everything. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുത്തു, പക്ഷെ ചിലരെല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാം വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടായിരുന്ന, വിട്ടുകൊടുത്ത ഒരു വൈദികനായിരുന്നു കാട്ടുചിറയച്ചൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധിയുടെ സ്പർശം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സദാ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചും ധ്യാനിച്ചും പരിശുദ്ധി പ്രാപിക്കുവാനായിട്ട് ചിലർക്കൊക്കെ സാധിക്കും, പക്ഷെ ജീവിതം കൊണ്ട് പരിശുദ്ധി പ്രാപിക്കുവാൻ വളരെ ചുരുക്കം പേർക്ക് സാധിക്കുകയുള്ളൂ. ആ ചുരുക്കം പേരുടെ ഗണത്തിൽ വന്യ ഗീവർഗീസ് കാട്ടുചിറയച്ചൻ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഗീവർഗീസ് കാട്ടുചിറയച്ചൻ. ഞാൻ വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കുന്ന നാളുകളിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സമയമാകുമ്പോൾ അവരുടെ അവസാനത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ടായിരുന്നു. നിങ്ങൾ അച്ഛന്മാരാകുമ്പോൾ, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിഷ്പക്ഷരാകരുത്, നിങ്ങൾ എപ്പോഴും പക്ഷം പിടിക്കുന്നവരാവണം എന്ന് ഞാൻ അവരെ ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറയും, കർത്താവിനെ പോലെ പാവപ്പെട്ടവരുടെയും നീതിയുടെയും സത്യത്തിൻ്റെയും പക്ഷം നിങ്ങൾ എപ്പോഴും പിടിക്കണം. ബഹുമാനപ്പെട്ട ഗീവർഗീസ് കാട്ടുചിറയച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും തൻ്റെ ശുശ്രൂഷയിൽ പാവപ്പെട്ടവരുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിന്ന്, അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിച്ച ഒരു വൈദികനായിരുന്നു. അദ്ദേഹത്തിന് മടിയിൽ കനമില്ലാതിരുന്നത് കൊണ്ട് വഴിയിൽ ആരെയും അദ്ദേഹത്തിന് പേടിയുമില്ലായിരുന്നു. നല്ല ബോധ്യത്തോടുകൂടി, ധാർമ്മികതയോടുകൂടി കർത്താവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ സദാ പരത്തിയ, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്ത ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു വന്യ ഗീവർഗീസ് കാട്ടുചിറയച്ചൻ. ബലിയർപ്പിക്കുന്നവൻ സ്വയം ബലിയാകുമ്പോഴാണ് ബലി പൂർണ്ണമാകുന്നത്. കർത്താവ് അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്ന ദൃഷ്ടാന്തവും. ഗീവർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കാട്ടുചിറയച്ചൻ അൾത്താരയിൽ മാത്രമല്ല ബലി അർപ്പിച്ചത്, ജീവിതത്തിലുടനീളം ഒരു ബലിയായി മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്ത ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം
സ്വർഗത്തിനൊരു നേട്ടമാണ്, ലാഭമാണ്. നമുക്ക് നഷ്ടമാണെങ്കിലും അദ്ദേഹം നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവിക്കും. ഒരു പണ്ഡിതൻ പറഞ്ഞതുപോലെ, ദി എക്സ്പീരിയൻസ് ഓഫ് ഡെത്ത് ഇസ് നോട്ട് ദ ഡെത്ത് ഓഫ് എക്സ്പീരിയൻസ്. മരണമെന്ന അനുഭവങ്ങളുടെ മരണമല്ല. കാട്ടിറയച്ചന്റെ നല്ല സാക്ഷ്യമുള്ള ജീവിത സ്മരണകൾ നമ്മുടെ മനസ്സുകളിൽ എന്നും ജീവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നമ്മുടെ സഭയുടെ ആരാധന ദൈവശാസ്ത്രത്തിൽ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞായറാഴ്ച പള്ളിയിലെ വിശുദ്ധ കുർബാനയോടുകൂടി ആരാധന അവസാനിക്കുകയല്ല. അവിടെ നിന്നും പ്രാപിക്കുന്ന കൃപയും സമാധാനവും ശാന്തിയും നീതിബോധവും ഒക്കെ, കരുണയും സ്നേഹവും ഒക്കെ ആ പള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടി തുടരുകയാണ്. അതാണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന. വന്നിയ ഗീവർഗീസ് കാട്ടുചിറയച്ചൻ പള്ളിക്കകത്ത് ആരാധന അവസാനിപ്പിച്ചയാളല്ല. ആ ആരാധന തൻ്റെ ജീവിതത്തിൽ ഉടനീളം പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും തുടർന്നുകൊണ്ടേയിരുന്ന പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. ആ നല്ല വൈദികന്റെ, ശ്രേഷ്ഠ പുരോഹിതന്റെ ധന്യമായ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് അബ്രഹാമ്യ മടികളിൽ നിത്യമായ വാസസ്ഥാനം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മരണ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.